നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മൂന്നാമൂട് ജംഗ്ഷൻ സമീപമാണ്. മൂന്നാമൂട് ജംഗ്ഷനിൽ നിന്നും വെറും 850 മീറ്റർ മാറി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പുതിയ വീടാണ് നമുക്ക് വിൽപ്പനകൾ. 4 സെന്റിലായിട്ട് 1498 സ്ക്വയർ ഫീറ്റിലായിട്ട് 3 ബെഡ്റൂം ഉള്ള വീടാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു കാർ പോർച്ചാണ് കാണുന്നത്. കാർ പോർച്ചിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ച് ഏരിയ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു ചെറിയ വാഹനങ്ങൾ വേണമെങ്കിൽ ഇവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും. 2 വണ്ടി വേണമെങ്കിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുറ്റമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിലേക്കുള്ള ഫുള്ളും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഈ വാതിലുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഡിസൈൻ പാറ്റേൺ കൂടിയിട്ടുള്ള ഒരു വാതിലാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ എൽ മോഡലിലേക്കാണ് ഇതിന്റെ ഹോൾ ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതിവിശാലമായിട്ടുള്ള ഹോൾ ഏരിയ. നമുക്ക് ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് ആയാലും അവിടെ ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് പാർട്ടീഷനൊക്കെ ചെയ്യാനായിട്ടും കുറച്ച് ഇന്റീരിയൽ വർക്കൊക്കെ ചെയ്താൽ അതിമനോഹരമായ രീതിയിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് ഇവിടെ തന്നെ നമുക്കൊരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡൈനിങ് ആയിട്ടുള്ള സ്പേസ് നമുക്ക് ഏകദേശം സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുള്ള ടോട്ടൽ 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലേക്കുള്ളത്. നമുക്ക് ബെഡ്റൂം സൈസിലേക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കബോർഡ് സൈസ്, സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ഒരു ആളിന് ഇനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട് മേടിക്കുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനി ഒരു സ്റ്റോറേജ് സ്പേസിനോ അല്ലെങ്കിൽ ഒരു കബോർഡ്സോ അലമാരയൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വരുന്ന കിച്ചൺ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ എന്ന് തന്നെ പറയാൻ പറ്റും. എന്നാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ഒരു വർക്കൊക്കെ ചെയ്തിരുന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും. എന്നാലും ഒരു അത്യാവശ്യം ചെയ്യേണ്ട വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പുറത്തിറങ്ങാനായിട്ടുള്ള ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു നനകല്ല് കെട്ടാനായാലും ഒരു വർക്ക് ഏരിയ ഇറക്കാനൊക്കെ ധാരാളം സ്പേസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ഹോള്, ബാൽക്കണി ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽ പാറ്റേൺ ആണ് നമ്മുടെ സ്റ്റെയർ കേസിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ഡ്രില്ല് കംപ്ലീറ്റും മെറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് വരുന്നത്. അതിലേക്ക് അതൊക്കെ ഒരു നല്ലൊരു പറമ്പുകളെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട്. നമുക്ക് ഇവിടെ കയറാം. ഫസ്റ്റ് ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന രീതിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുക്കുന്നത്. അതിലും കബോർഡ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. പക്ഷേ ഇതിന്റെ കബോർഡ് സൈസ് ഇത്തിരി വലിപ്പം കൂടി പോയോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്തരത്തിൽ വീട്ടിൽ കിട്ടാൻ വളരെ റയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസും ഒക്കെ അത്യാവശ്യം ഈ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും അതും താഴത്തെ ബെഡ്റൂമിന്റെ അതേ സൈസ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും കബോർഡ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കബോർഡ്സുകളൊക്കെ ധാരാളം. അതിനൊന്നും ഇനി പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസിന്റെ ആവശ്യം ഒന്നും വരുന്നില്ല. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് ഇതിന്റെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ ബാൽക്കണി ഏരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം അത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ്. നമുക്ക് ഇവിടെ കുറച്ച് ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഏകദേശം ഒരു എന്താ പറയുക വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ധാരാളം പ്രൊഫഷണൽ ആയിട്ടുള്ള ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് പറയുമ്പോൾ ഓപ്പൺ ടെറസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നല്ലൊരു കാർപോർട്സിന്റെ മുകളിലേക്ക് നല്ലൊരു ബാൽക്കണി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വട്ടിയൂർക്കാവിന്റെ വികസനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവിടെ തന്നെ ലാൻഡിന് അമിതമായ വില കയറുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബിൽഡേഴ്സ് തന്നെ വീട് വെച്ചാൽ പോലും അവർക്കത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് 1 CR താഴെയൊക്കെ വളരെ റെയർ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം 3 സെന്റ് 4 സെന്റിലൊക്കെ വീട് വെക്കുന്നവർക്ക് പോലും ഓൾമോസ്റ്റ് ഏകദേശം ഒരു 80 ലക്ഷം 85 ലക്ഷം ടു 1 CR കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഒരു സാധാരണക്കാരന് വീട് വാങ്ങിക്കണം എന്നുള്ളവർക്കൊക്കെ ഇപ്പം വളരെ പറ്റുന്നില്ല. നമുക്കറിയാം ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് വീട് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട്. അത്തരക്കാർക്കും കൂടെ പർച്ചേസ് ചെയ്യാൻ ാണ് നമ്മൾ കുറച്ച് വില കുറഞ്ഞ വീടുകൾ കോർപ്പറേഷൻ ഏരിയയിലേക്ക് നമ്മൾ കവർ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഈ വീട് മേടിക്കുന്നവർക്ക് എന്തായാലും ലോൺ സൗകര്യമുണ്ട്. അത് EMI സൗകര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ വീടിന്റെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് അതിന്റെ ഒരു ഫെസിലിറ്റി കൂടെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള വീഡിയോയാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വട്ടിയൂർക്കാവിന്റെ വികസനങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അവിടെ തന്നെ ലാൻഡിന് അമിതമായ വില കയറുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പിന്നെ ബിൽഡേഴ്സ് തന്നെ വീട് വെച്ചാൽ പോലും അവർക്കത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് 1 CR താഴെയൊക്കെ വളരെ റെയർ ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഏകദേശം 3 സെന്റ് 4 സെന്റിലൊക്കെ വീട് വെക്കുന്നവർക്ക് പോലും
പോലും ഓൾമോസ്റ്റ് ഏകദേശം ഒരു 80 ലക്ഷം 85 ലക്ഷം ടു 1 CR കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പം ഒരു സാധാരണക്കാരന് വീട് വാങ്ങിക്കണം എന്നുള്ളവർക്കൊക്കെ ഇപ്പം വളരെ പറ്റുന്നില്ല. നമുക്കറിയാം ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് വീട് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ട്. അത്തരക്കാർക്കും കൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് വില കുറഞ്ഞ വീടുകൾ കോർപ്പറേഷൻ ഏരിയയിലേക്ക് നമ്മൾ കവർ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ഈ വീട് മേടിക്കുന്നവർക്ക് എന്തായാലും ലോൺ സൗകര്യമുണ്ട്. അത് EMI സൗകര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ വീടിന്റെ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് അതിന്റെ ഒരു ഫെസിലിറ്റി കൂടെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള വീഡിയോയാണ് ഈ വീട്. അപ്പൊ ട്രിവാൻഡ്രം കോർപ്പറേഷനുള്ളിൽ ഒരു ബഡ്ജറ്റ് കുറഞ്ഞ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയ ഒരു വീടാണ്. 4 സെന്റിലായിട്ട് 1498 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളാണ് ഞാൻ പറഞ്ഞു. ഏകദേശം വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് ഏകദേശം 2.5 ആണ് ഇതിലേക്ക് വരുന്ന കിലോമീറ്റർ. വട്ടിയൂർക്കാവിൽ നിന്ന് മൂന്നാമൂട് ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് 850 മീറ്റർ മാറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. ഒരു ഒതുങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമാധാനപരമായിട്ടൊക്കെ ജീവിക്കാനോ അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ ലൈഫിൽ നിന്ന് കുറച്ച് മാറി ചിന്തിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു വീട് കിട്ടുക എന്നുള്ളത് നമുക്ക് വളരെ ഇതാണ്. പിന്നെ ഇതിനകത്ത് എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ തോന്നിക്കഴിഞ്ഞാൽ കയറുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ കൂടിയൊക്കെ കുറച്ചുകൂടി വരുത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടും മനോഹരമായ രീതിയിലേക്ക് ഈ വീട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള വീടാണ്. നിങ്ങൾക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 57 ലക്ഷം രൂപ മാത്രമാണ്. നെഗോഷ്യബിൾ എന്നത് ചെറിയ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള നെഗോഷ്യബിൾ മാത്രമാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക.